ഹല്ലേലൂയ. കർത്താവിൽ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. എത്ര അത്ഭുതകരമായിട്ടാണ് ഓരോ ദിനവും കർത്താവ് നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിനും കുടുംബങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങളിലും നമ്മുടെ മക്കളിലും നമ്മുടെ വരുമാന മാർഗങ്ങളിലെല്ലാം കർത്താവ് തൻ്റെ കൃപയുടെ കരങ്ങൾ നീട്ടിത്തന്ന് നമ്മെ വഴി നടത്തുകയാണ്. ഈ ജീവിതം തന്നെ നന്ദി പറഞ്ഞാലും അത് മതിയാവുകയില്ല. അത്രമാത്രം കൃപകളും നന്മകളും അനുഗ്രഹങ്ങളും ഓരോ ദിവസവും കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുന്നു. 147 സങ്കീർത്തനം 5 വചനത്തിൽ സങ്കീർത്തന വചനം പറയുകയാണ്, കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്. നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്. എത്ര അത്ഭുതകരമായ വചനമാണ്. സർവശക്തനും സർവാധിപനും സകലത്തിനും മതിയായ ഒരു കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കർത്താവ് ആരാണ്? സർവശക്തനായ ദൈവം, കരുത്തുറ്റ പ്രതാപവാനായ കർത്താവ് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുന്നു. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വെച്ചു ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൃപ തരണമേ, വചനം നൽകണമേ, അഭിഷേകം നൽകണമേ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുക, നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി സമൂഹങ്ങൾക്കായി നിലവിളിക്കുക. അവിടെയെല്ലാം വചനത്തിന് ശക്തി വ്യാപരിക്കും. പരിശുദ്ധാത്മാവിന്റെ തീ പടരട്ടെ, റുഹായുടെ കാറ്റടിക്കട്ടെ, ദൈവവചനത്തിന്റെ നിറഞ്ഞൊഴുക്കുണ്ടാകട്ടെ. കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്ന സമയം, ഓരോ വ്യക്തി ജീവിതത്തെയും നമ്മുടെ മേലുള്ള പൈശാചിക പീഡകൾ, നമ്മളെ കെട്ടിവരിഞ്ഞിരിക്കുന്ന മുഖങ്ങള്, എല്ലാവിധ ഇരുട്ടിന്റെ ശക്തികളെയും ചിതറിക്കുന്ന കർത്താവിന്റെ കൃപയുടെ കരങ്ങൾ നമ്മുടെ മേൽ ഉയർന്നു നിൽക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, എല്ലാ ഭാരങ്ങളും മാറ്റി സാധിക്കുന്നവർ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രകാരം പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വരണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ. ആത്മാവേ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഹൃദയങ്ങൾ തുറക്കണമേ. കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. സഭയെ ശക്തീകരിക്കണമേ. ദേശങ്ങൾ ഉണർത്തണമേ. ആത്മാവേ വരണമേ. വചനത്തിലൂടെ സംസാരിക്കണമേ. ദൈവവചനം ഞങ്ങൾക്കായി നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി ആരാധിക്കുകയാണ്. ഇത് കൃപയുടെ സമയമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മശക്തി ഇറങ്ങുന്ന സമയം. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ പൂരിതമാകുന്ന സമയം. എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും മാറ്റി നിറഞ്ഞ മനസ്സോടെ കർത്താവേ, കൃപ തരണമേ, വചനം തരണമേ, അഭിഷേകം പകരണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ കരമടിച്ച് നമ്മൾ ഒന്നിച്ച് പാടുന്നു. ആമേൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ കൃപ തരണമേ, അഭിഷേകം തരണമേ. കുടുംബങ്ങളിലേക്ക് നടന്നിടുവാൻ ആദിയിലെന്ന പോലെ
അധിക ബലം തരണേ. ഓ ഹോളി സ്പിരിറ്റ് വരിക ബലം തരണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, ഉയർത്തിയടിച്ച് വലിയാനന്ദത്തോടെ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം പ്രവഹിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഉയർത്തപ്പെടട്ടെ. Lord, release. Release your power. Your anointing, anointing, anointing. Hallelujah, hallelujah, hallelujah. എല്ലാവരുടെ കരങ്ങൾ ഉയർത്തി ആത്മാവിൽ ശക്തീകരിക്കപ്പെടുവാൻ, ദൈവവചനത്താൽ നിറയപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, മുദ്ര ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഈ സ്തുതി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പൊതുജനങ്ങളിലേക്ക് വരണമേ, കുടുംബങ്ങളെ മഹത്വം നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപക്കെട്ടുകൾ അരിയട്ടെ, പൈശാചിക ആധിപത്യങ്ങൾ തകരട്ടെ, സാത്താന്യ പീഡകൾ നിർവീര്യമാകട്ടെ. വചനമയച്ച് ഹൃദയങ്ങളെ തുറക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ ഒഴുകട്ടെ, കൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെടട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, വചനത്തിന്റെ അമ്മേ, പ്രാർത്ഥിക്കണമേ. ഔസേപിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന, കർത്താവിൻ്റെ വചനം എപ്രകാരമാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത്. ഈ കാലഘട്ടം വളരെ പ്രയാസകരമായ കാലമാണ്. പാപവും മ്ലേച്ഛതയും എല്ലാവിധ അരാജകത്വങ്ങളും അക്രമങ്ങളും കലഹങ്ങളും എന്നു വേണ്ട, നമുക്ക് സന്തോഷിക്കാൻ ഒരു വകയും തരാത്ത വിധത്തിൽ വളരെ വേദനാജനകമായി നമ്മുടെ മനസ്സാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്ന ഒത്തിരിയേറെ വാർത്തകൾ നമ്മുടെ ദേശത്ത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാലയളവിൽ ദൈവത്തിൻ്റെ റൂഹ തൻ്റെ ജനത്തോട് എന്താണ് ആവശ്യപ്പെടുന്നത്? പത്രോസിൽ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിനെ നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. 3 കാര്യങ്ങൾ ഈ വചനത്തിലൂടെ ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. ക്ലേശപൂർണമായ നാളുകളിൽ കർത്താവിൻ്റെ രക്ഷയിൽ ദിനംതോറും നമ്മൾ വളരുവാനായി ആത്മീയവും പരിശുദ്ധവുമായ പാലിനായി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. എത്ര മനോഹരമായ വചനമാണിത്. കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മിഞ്ഞ പാലിനു വേണ്ടി കരയുന്നത് പോലെ
പരിശുദ്ധമായ പാലിനു വേണ്ടി നിങ്ങൾ കരയുവിൻ. ഏതാണ് ഈ ആത്മീയവും പരിശുദ്ധവുമായ പാല്? അത് കർത്താവിൻ്റെ സത്യവചനമാണ്. യെസ്, നിർമ്മലമായ വചനം. ദൈവവചനം ആരെല്ലാം കണ്ടുമുട്ടുന്നുവോ, ആരെല്ലാം വചനത്തിൽ ജീവിക്കുന്നുവോ, വചനത്തിൽ വിശ്രമിക്കുന്നുവോ, വചനത്തിൽ നിന്ന് കൃപയും അഭിഷേകവും സ്വന്തമാക്കുന്നുവോ, അവർ രക്ഷയിൽ ദിനം തോറും വളരുകയാണ്. കർത്താവിൻ്റെ രക്ഷയിൽ ആരാണ് വളരുന്നത്? ദൈവവചനത്തെ സ്നേഹിക്കുന്നവരാണ്, വചനത്തിൽ ജീവിക്കുന്നവരും. വചനം ഭക്ഷിച്ച് ഭക്ഷിച്ച് വചനത്തിൻ്റെ കൃപയായി മാറുന്ന ഓരോ ജീവിതവും രക്ഷയിൽ ദിനം പ്രതി വളരുകയാണ്. ഈ ക്ലേശപൂർണമായ സമയം പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തിമോഥെയോസിന് 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാം വചനത്തിൽ, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ഇറ്റ്സ് എ പ്രൊഫസി. ഇതൊരു പ്രവചന വചനമാണ്. നമ്മൾ ആ ഒരു കാലയളവിലാണ് ആയിരിക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ വളരെ പ്രയാസകരമായ ക്ലേശം നിറഞ്ഞൊരു സമയം. ദൈവവചനം അനുസരിച്ച് വചനത്തിൽ ജീവിക്കുവാൻ വളരെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടം. വിശ്വസ്തതയിലും സ്നേഹത്തിലും മുന്നേറുവാൻ കഴിയാത്ത വിധം ദുഷിപ്പും വക്രതയും നിറഞ്ഞിരിക്കുന്ന ഒരു സമയം. എൻ്റെ സഹോദരങ്ങളെ, ഇത് ക്ലേശപൂർണമായ കാലമാണ്. ഈ ഒരു സമയത്തിൽ തൻ്റെ ജനത്തോട് എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? നിങ്ങൾ വചനത്തെ കണ്ടുമുട്ടണം, വചനത്തെ അനുഭവിക്കണം, കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്രമിക്കണം, ദൈവവചനത്തിൽ ജീവിക്കണം. അപ്പോൾ വചനം നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2:14 മനോഹരമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യുവാക്കന്മാരെ, നിങ്ങൾ ശക്തരാണ്. ഇത് മാനുഷികമായ യൗവനമല്ല പറയുന്നത്. കർത്താവിൽ വളർച്ച പ്രാപിക്കുന്ന ആ ഒരു യുവത്വമുണ്ട്. വെറും ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം കർത്താവിനെ അന്വേഷിക്കുന്ന, കർത്താവിനെ പിൻപറ്റുന്ന ആ ഒരു കുട്ടിത്വമുള്ള ചൈൽഡിഷ് LKG ഫെയ്ത്തിലായിരിക്കുന്ന ആ ഒരു അനുഭവം പാകത്തെക്കുറിച്ചല്ല ഇവിടെ വചനം പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ യൗവനത്തിലെത്തിയവരെ, യൗവനം അനുഭവിക്കുന്നവരെ, കർത്താവിനുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിൽ, പരിശുദ്ധ കുദാശകളുടെ ബന്ധത്തിൽ ആ യൗവന സ്ഥിതിയിലായിരിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും ആത്മാ പറയുകയാണ്, നിങ്ങൾ ശക്തരാണ്. യെസ്, നിങ്ങൾ വളരെ ശക്തരാണ്. കാരണം ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. വചനം ആരിലുണ്ടോ അവർ ശക്തരാണ്. നിന്നിൽ വചനമുണ്ടെങ്കിൽ നീ ശക്തിയുള്ളവളാ. നീ ചെല്ലുന്നിടത്തെല്ലാം ഈ വചനത്തിന് ശക്തി വ്യാപരിക്കും. നീ തൊടുമ്പോൾ ഈ വചനത്തിന് അഭിഷേകം ചലിക്കും. നിന്റെ സാന്നിധ്യം വചനത്തെ വെളിപ്പെടുത്തും. പിശാചിനെ നിന്നെ തൊടാൻ പറ്റില്ല. ഒരു ഇരുട്ടിന് ശക്തിക്ക് നിന്നെ തകർക്കാൻ പറ്റില്ല. ഈ ലോകത്തിൽ ഒരു തിന്മയ്ക്കും നിന്നെ ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം നിന്നിൽ കർത്താവിൻ്റെ വചനമുണ്ട്. ദൈവത്തിൻ്റെ വചനമുള്ളവർ ശക്തരാണെന്ന് പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് വളരെ വളരെ അനോയിന്റിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് സഹോദരങ്ങളെ. വചനമുള്ളവർ അവർ പവർഫുള്ളാണ്, ശക്തരാണ്. നമ്മളെ ശക്തിപ്പെടുത്തുന്നത് കർത്താവിൻ്റെ നിർമ്മലമായ വചനമാണ്. കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തശരീരങ്ങളാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ എംപവർ ചെയ്യുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നത്. ഈ വചന സമൃദ്ധി നമ്മളിൽ ഉണ്ടെങ്കിൽ എപ്രകാരമാണ് ഈ വചനം പ്രവർത്തിക്കുന്നത്? ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ,
വചനം പ്രവർത്തിക്കുന്നിടത്ത് വിശ്വാസം വർദ്ധിക്കും, വിശ്വാസം വളരുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസ തകർച്ചയാണ്. ഇന്ന് നമ്മുടെ സഭയുടെ യഥാർത്ഥ പ്രതിസന്ധി എന്താ? വിശ്വാസ തകർച്ചയാണ്. വിശ്വാസം നഷ്ടപ്പെടുന്നു, വിശ്വാസരാഹിത്യം. കർത്താവ് തെരഞ്ഞെടുത്തവരിൽ പോലും കഠിനമായ വിശ്വാസ രാഹിത്യം കാണുന്നു. ദൈവവചനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മാനുഷികമായി യുക്തിസഹജമായ ചിന്തകളിൽ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. സഹോദരങ്ങളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കേണ്ട, വിലപിക്കേണ്ട നാളുകളാണത്. വിശ്വാസ തകർച്ചയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24:10, അവസാന നാളുകളിൽ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. അവസാന നാളുകളിൽ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. നമ്മൾ ആ ഒരു സമയത്തിലാണ് ആയിരിക്കുന്നത്. നമ്മുടെ യുവജനങ്ങൾക്ക് അത് വിശ്വാസമില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ കൊടിയ വിശ്വാസ രാഹിത്യം ഇന്ന് സംഭവിക്കുന്നു. എന്തിനേറെ ബഹുമാനപ്പെട്ട വൈദികരിലും സമർപ്പിതരിൽ പലരിലും ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ഇന്ന് പല രാജ്യങ്ങളിൽ വിശ്വാസമില്ല. സെക്കുലറിസവും ലിബറലിസവും റിലേറ്റീവിസവും സോഷ്യലിസവും മോഡേണിസവും എല്ലാം രാജ്യങ്ങളിൽ കടന്നുകൂടി. ഇന്ന് നമ്മുടെ സഭയിൽ പോലും കടന്നുകൂടി. സത്യവിശ്വാസം ദുർബലമാകുന്ന, ക്ഷയിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്കിന്ന് കാണാം. എന്നാൽ സഹോദരങ്ങളെ, എവിടെയെല്ലാം വചനം പ്രവർത്തിക്കുന്നുവോ, വചനത്തിന് ശക്തി വെളിപ്പെടുന്നുവോ, അവിടെയെല്ലാം വിശ്വാസം വർദ്ധിക്കുകയാണ്. പൗലോസ്ലീഹ സഭയെ പഠിപ്പിച്ചു. റോമാക്കാർക്ക് ഇത് ലേഖനം 10:17 വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്നാണ്. അപ്പോൾ വചനം കൊടുക്കുമ്പോൾ, വചനം പ്രഘോഷിക്കുമ്പോൾ, വചനം വെളിപ്പെടുമ്പോൾ, വചനം പ്രവർത്തിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുകയാണ്, വിശ്വാസം വർദ്ധിക്കുകയാണ്, വിശ്വാസം വർദ്ധിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ തലമുറയിൽ സത്യവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ, ഈ തലമുറ വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ, ഈ തലമുറ വിശ്വാസത്തിൽ വീണ്ടെടുക്കപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളും ഉപേക്ഷ കാണിക്കരുത്, ഈ വിഷയത്തിൽ ഉദാസീനരാകരുത്. ആത്മാവിന്റെ ശക്തിയിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുക, വചനം പ്രഘോഷിക്കുക, വചനം കൊടുക്കുക, വചനം കൊടുക്കുക, വചനത്തെ വെളിപ്പെടുത്തുക. അവിശ്വാസത്തിന് കെട്ടുകൾ പൊട്ടും, അവിശ്വാസത്തിന് മുഖങ്ങൾ ഒടിയും, വിശ്വാസരാഹിത്യത്തിന്റെ പൈശാചിക പീഡകള് ചെതറിപ്പോകും. ലൂക്കായുടെ സുവിശേഷം 17:5 ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കണ്ണുനീരോടെ നമ്മൾ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാ. ഞങ്ങളുടെ തലമുറയുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, കുഞ്ഞുങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ സമൂഹത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇത് വർദ്ധിക്കാനുള്ള വഴി എന്താ? വചനം കൊടുക്കുക, വചനത്തെ വെളിപ്പെടുത്തുക, വചനം പ്രഘോഷിക്കുക, വചനത്തിൽ ജീവിക്കുക. രണ്ടാമതായി, വചനം പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് ശുദ്ധീകരണമാണ്, ഒരു സാന്റിഫിക്കേഷൻ. വചനം നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നു. വചനം കടന്നു ചെല്ലുന്നിടത്ത് വലിയ ശുദ്ധീകരണം ഉണ്ടാകുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് എന്താ നമ്മോട് പറയുന്നത്? എൻ്റെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക, എൻ്റെ യുവജനങ്ങളെ ശുദ്ധീകരിക്കുക, എൻ്റെ കുഞ്ഞുങ്ങളെ ശുദ്ധീകരിക്കുക, എൻ്റെ സമർപ്പിതരെ വൈദികരെ ശുദ്ധീകരിക്കുക, എൻ്റെ സഭയെ ശുദ്ധീകരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ മനുഷ്യനാണ്. അത് പരിശുദ്ധാത്മാവിനെ കഴിയൂ. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ ഈ പദ്ധതിയോട് സഹകരിക്കുമ്പോൾ, ഇത് മനസ്സിലാക്കി നമ്മൾ വചനം പ്രഖ്യാപിക്കുമ്പോൾ, നമ്മൾ വചനത്തെ വെളിപ്പെടുത്തുമ്പോൾ,
നമ്മൾ വചനം പ്രഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്റെ ജനത്തെ ശുദ്ധീകരിക്കും, തന്റെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കും. നമ്മുടെ കുടുംബങ്ങളിലേക്ക് വചനം കടന്നു ചെല്ലുമ്പോൾ ആ വചനം കുടുംബങ്ങളിൽ പ്രവർത്തിക്കും. ആ കുടുംബങ്ങൾ നിർമ്മലീകരിക്കപ്പെടും. നമ്മുടെ സമൂഹങ്ങളിൽ വചനം പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ സഭയിൽ ശക്തിയോടെ ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുമ്പോൾ സഭ ശുദ്ധീകരിക്കപ്പെടും. സഭയെ പരിശുദ്ധാത്മ ശുദ്ധീകരിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15:3 എന്താണ് ഈശോ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. വചനം നമ്മളെ ശുദ്ധി ചെയ്യുന്നു. എത്ര മനോഹരമാണ് കർത്താവിൻ്റെ പ്രവർത്തനം. ഈ കാലഘട്ടത്തെ ശുദ്ധീകരിക്കാനുള്ള വഴി എന്താ? ഈ തലമുറയെ ശുദ്ധീകരിക്കാനുള്ള വഴി എന്താ? വചനം കൊടുക്കുക. അതിൽ നമ്മൾ ഉദാസീനരാകരുത്, അലസരാകരുത്, നമ്മൾ മടിയന്മാരും മടിച്ചുകളും ആകരുത്. തീഷ്ണതയുള്ളവരാകണം, ജാഗ്രതയുള്ളവരാകണം. ഈ തലമുറയെക്കുറിച്ച്, ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നോവുണ്ടാകണം. നശിക്കുന്ന ആത്മാക്കളെക്കുറിച്ച്, അരാജകത്വത്തിലേക്ക് വഴിവിട്ടു പോകുന്ന നമ്മുടെ യുവമക്കളെ കുറിച്ച്, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു പെയിൻ, ഒരു നോവുണ്ടാകണം. ഈ തലമുറ ശുദ്ധീകരിക്കപ്പെടണം. പരിശുദ്ധാത്മാ പറയാ, നീ വചനം കൊടുക്കുക, വചനത്തെ വെളിപ്പെടുത്തുക, വചനം പ്രഘോഷിക്കുക, വചനത്തിൽ ജീവിക്കുക. ശുദ്ധീകരണം ഉണ്ടാകും. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു, യോഹന്നാന്റെ സുവിശേഷം 17:17, കർത്താവേ, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, എന്തെന്നാൽ അവിടുത്തെ വചനമാണ് സത്യം. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നിടത്തെല്ലാം വിശുദ്ധീകരണത്തിൻ്റെ പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യും. നമ്മുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, കർത്താവിനെ ശുദ്ധീകരിക്കപ്പെടണം. യഥേഷ്ടം നമ്മുടെ കുടുംബങ്ങളിലൂടെ കർത്താവിനെ ഉലാത്താൻ പറ്റണം. നമ്മുടെ മക്കൾ പ്യൂരിഫൈ ചെയ്യപ്പെടണം. ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങളെല്ലാം കർത്താവിൻ്റെ വചനം കൊണ്ട് കഴുകപ്പെടണം. അവിടെ എല്ലാം ശുദ്ധീകരണം ഉണ്ടാകണം. സഭ മുഴുവനിലും ഈ കാറ്റ്, വിശുദ്ധീകരണത്തിൻ്റെ കാറ്റ്. നമ്മൾ പാടുന്നില്ലേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആഗ്രഹത്തോടുന്ന് പാടിക്കേ, ശുദ്ധീകരിക്കണമേ. സഭയിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, ദേശാന്തരങ്ങളിൽ, ലോകരാജ്യങ്ങളിലേക്ക് വരണം. എല്ലായിടങ്ങളും ശുദ്ധീകരണം ഉണ്ടാകട്ടെ. മൂന്നാമതായി, അവസാനമായി, ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നിടത്ത് ഉയർച്ചയുണ്ടാകുന്നു. കൊടിയ തകർച്ചകളുടെ കാലഘട്ടമാണ് സഹോദരങ്ങളത്. സാമ്പത്തികമായ തകർച്ച, ആത്മീയ തകർച്ച, ബന്ധങ്ങളുടെ തകർച്ച എന്ന് വേണ്ട വലിയ തകർച്ചകൾ ഇന്ന് ജനം അനുഭവിക്കുകയാണ്. വചനം പ്രവർത്തിക്കുന്നിടത്തെല്ലാം ആത്മീയം ഭൗതികമായ ഉയർച്ചയുണ്ടാകും. വചനമുള്ളവരിൽ, വചനമുള്ള കുടുംബങ്ങൾ, വചനമുള്ള ജീവിതങ്ങൾ ഉയർച്ചയിലേക്ക് വരുന്നു. വചനമുള്ള ദേശങ്ങൾ, വചനത്തെ ആദരിക്കുന്ന, വചനത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ പ്രമാണിക്കുന്ന രാജ്യങ്ങൾ ഉയർച്ചയിലേക്ക് വരുന്ന. എന്തൊക്കെ കഠിനമായ സാമ്പത്തിക മാന്ദ്യമുണ്ടെങ്കിലും ആ രാജ്യങ്ങൾ അഭിവൃദ്ധിയിലേക്ക് വരും. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. സുഭാഷിത പുസ്തകം 16:20 പറയുന്നു, കർത്താവിൻ്റെ വചനത്തെ ആരെല്ലാം ആദരിക്കുന്നുവോ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും, ഉത്കർഷമുണ്ടാകും. സഹോദര, ആത്മീയമായ ഒരു ഉന്നതി നീ ആഗ്രഹിക്കുന്നുണ്ടോ? സഹോദരി, ഭൗതികമായ ഒരു സമൃദ്ധി നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? വചനത്തെ സ്നേഹിക്കേ, നീ വചനം ഭക്ഷിക്കേ, വചനം ജീവിക്കേ, വചനം പ്രഖ്യാപിക്കേ, വചനം കൊടുക്ക്. പരിശുദ്ധാത്മാവ് നിന്നെ ഉയർത്തും. തകർച്ചകളുടെ മധ്യേ നീ ഉയർത്തപ്പെടും. നിന്റെ തല ഉയർന്നു നിൽക്കാൻ കർത്താവ് ഇടവരുത്തും.
ദൈവത്തിന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. 1 സാമുവേൽ 2:30 എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. ആരെല്ലാം ഈ വചനത്തെ ആദരിക്കുന്നുവോ, വചനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവോ, അവരെ വചനം മാനിക്കും. ഈ വചനം അവരെ ഉയർത്തും. ഞാൻ പലപ്പോഴും കണ്ണീരോടെ പറയാറുണ്ട്, കർത്താവേ, അങ്ങയുടെ ഈ പുസ്തകമാണ് എന്നെ വളർത്തിയത്, എന്നെ ഈ വിധം നിർത്തിയത്. ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ വചനത്താലാണ്, കർത്താവിൻ്റെ കൃപയാലാണ്, അവിടുത്തെ കാരുണ്യം കൊണ്ടാണ്. സഹോദരങ്ങളെ, ഈ വചനം നിന്നെ ഉയർത്തും. നീ തളർന്ന് തലകുത്തി വീഴാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല. ആത്മാർത്ഥമായി വചനം വായിച്ചാൽ, വചനം ഭക്ഷിച്ചാൽ, വചനത്തിൽ ജീവിച്ചാൽ, ഈ വചനം നിന്റെ ചങ്കോട് നീ എപ്പോഴും ചേർത്ത് പിടിച്ചാൽ, നിനക്കൊരു സഹായം വരുമ്പോൾ, നിനക്കൊരു വേദന വരുമ്പോൾ, നിനക്കൊരു കണ്ണുനീര് വരുമ്പോൾ, നിനക്കൊരു ദുരിതം വരുമ്പോൾ, ഈ വചനം ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ വചനം നിന്നെ താങ്ങും, ഈ വചനം നിന്നെ പരിപാലിക്കും, ഈ വചനം നിന്നെ സംരക്ഷിക്കും, ഈ വചനം നിന്നെ വഴി നടത്തും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സത്യം മനസ്സിലാക്കി കർത്താവിൻ്റെ വചനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ദൈവവചനത്തെ പ്രഘോഷിക്കുന്നവരായി, വചനം പ്രഖ്യാപിക്കുന്നവരായി, വചനത്തെ കൊടുക്കുന്നവരായി, വചനം ജീവിക്കുന്നവരായി നമുക്കെല്ലാം മാറാം. ആ കൃപയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരുടെയും വചനത്തിൻ്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ.